ഹായ് വെൽക്കം ടു ബയോടിപ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സയന്റിഫിക് ഓഫീസർ ബയോളജി എക്സാം സിലബസ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഭാഗമാണ് ആനിമൽ ഫിസിയോളജി. അപ്പൊ എന്താണ് ആനിമൽ ഫിസിയോളജിയിൽ നമുക്ക് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് സിലബസ് പ്രകാരം നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആനിമൽ ഫിസിയോളജി അഥവാ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഭാഗത്തിനുണ്ടാവുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ ഈ ആനിമൽ ഫിസിയോളജിയിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് സിലബസിൽ നമുക്ക് PSC തന്നിരിക്കുന്നത് എന്നുള്ള ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹ്യൂമൻ ഫിസിയോളജി പഠിച്ച് തുടങ്ങുന്നത് ഈ എൻഡോക്രൈൻ സിസ്റ്റം വെച്ചാണ്. അപ്പൊ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് എൻഡോക്രൈനോളജി? എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് രണ്ട് സിസ്റ്റമാണ്. ഒന്ന് നെർവസ് സിസ്റ്റവും രണ്ടാമത്തത് എൻഡോക്രൈൻ സിസ്റ്റം. ഈ എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റം ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ള മിക്ക ഫങ്ഷൻസ്, മിക്ക മേജർ ഫങ്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിയിൽ നെർവസ് സിസ്റ്റം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറ്റിയിട്ടാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഗ്ലാൻഡ്സുകൾ ഉണ്ട്. അത്തരം ഗ്ലാൻഡുകളെയാണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയും. ഈ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പറ്റിയിട്ടും അവരുടെ ഫങ്ഷൻസിനെ പറ്റിയിട്ടും ഈ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ഹോർമോൺസിന്റെ അബ്നോർമാലിറ്റീസിനൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എൻഡോക്രൈനോളജി. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ ഗ്ലാൻഡുകളുടെ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ഹോർമോൺസിന്റെയും ഫങ്ഷൻസ് അറിയേണ്ടതുണ്ട്. ഓരോ ഹോർമോൺസിന്റെയും അബ്നോർമാലിറ്റീസ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. നമ്മുടെ ശരീരത്തിലെ ഗ്ലാൻഡുകളിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാണ് ഫസ്റ്റ് വൺ എൻഡോക്രൈൻ ഗ്ലാൻഡ്, സെക്കൻഡ് വൺ എക്സോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാൻഡുകളെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഡക്ട്ലെസ് ഗ്ലാൻഡ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്ലാൻഡുകൾ എന്തായിരിക്കും നമ്മുടെ ബോഡിയിൽ ചെയ്യാം, ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇവര് ചില കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ഗ്ലാൻഡ് എന്ന് വിചാരിക്കാം. ഈ ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക്. ഇത് ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുക. ബ്ലഡ് വഴി ഇതിന്റെ ടാർഗറ്റ് ഓർഗൻസിലേക്ക് ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് എത്തും. ഇതാണ് സാധാരണഗതിയിൽ നടക്കുക. അപ്പൊ ഈ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ചില ഗ്ലാൻഡുകൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എന്നാൽ ചില ഗ്ലാൻഡുകൾ എന്ത് ചെയ്യും, ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഒരു ഡക്റ്റ് വഴിയാണ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുക. ഇതാണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾക്ക് എന്തുണ്ടാവും, ഡക്റ്റുകൾ ഉണ്ടാവില്ല, ഡക്റ്റുകൾ ഇല്ല ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ. അപ്പൊ ഇവരെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇവർ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും, ഡക്റ്റ് വഴിയല്ല റിലീസ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് എക്സോക്രൈൻ ഗ്ലാൻഡ് ആകുമ്പോൾ ഇവർക്ക് ഡക്റ്റുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഈ എക്സോക്രൈൻ ഗ്ലാൻഡുകളെ ഡക്റ്റഡ് ഗ്ലാൻഡുകൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഡക്റ്റ് വഴിയായിരിക്കും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുക. ഇതാണ് വ്യത്യാസം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾക്ക് ഡക്റ്റുകൾ ഇല്ല, എക്സോക്രൈൻ ഗ്ലാൻഡുകൾക്കാണെങ്കിൽ ഡക്റ്റുകൾ ഉണ്ട്. അപ്പൊ ഈ എൻഡോക്രൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഡക്റ്റ് വഴിയല്ല ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. എക്സോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഡക്റ്റ് വഴിയായിരിക്കും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ നമ്മുടെ ബോഡിയിൽ ചില ഗ്ലാൻഡ്സുകൾക്ക് ഈ ഒരു എൻഡോക്രൈൻ പാർട്ടും ഉണ്ടാവും, എക്സോക്രൈൻ പാർട്ടും ഉണ്ടാവും. അത്തരം ഗ്ലാൻഡുകളെയാണ് മിക്സഡ് ഗ്ലാൻഡ് എന്ന് പറയാം. അത്തരം ഗ്ലാൻഡുകളാണ് മിക്സഡ് ഗ്ലാൻഡ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഗ്ലാൻഡ്സുകൾ മെയിൻ ആയിട്ടും ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡും രണ്ടാമത്തത് എക്സോക്രൈൻ ഗ്ലാൻഡും ആണ്. അപ്പൊ ഈ മൂന്നാമത്തെ ഒരു വെറൈറ്റിയാണ് മിക്സഡ് ഗ്ലാൻഡ്. മിക്സഡ് ഗ്ലാൻഡുകളുടെ പ്രത്യേകത, ഈ മിക്സഡ് ഗ്ലാൻഡുകൾക്ക് ഒരു എൻഡോക്രൈൻ പാർട്ടും ഉണ്ടാവും, ഒരു എക്സോക്രൈൻ പാർട്ടും ഉണ്ടാവും. അപ്പൊ ഈ ഒരു മിക്സഡ് ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണ് പാൻക്രിയാസ്. പാൻക്രിയാസിന് ഒരു എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്, ഒരു എക്സോക്രൈൻ പാർട്ടും ഉണ്ട്. പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ ഒരു എക്സോക്രൈൻ പാർട്ടുകളാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിനൊക്കെ വേണ്ടി ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു എക്സോക്രൈൻ പാർട്ടാണ്. ഇതാണ് ഗ്ലാൻഡുകളെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ്
ഹോർമോൺസ് എന്ന് പറയാം. ഈ ഹോർമോൺസ് ഒരു ഓർഗൻസിൽ എഫക്ട് ചെയ്യും അല്ലേ? ഓരോ ഓർഗൻസിലായിരിക്കും ഈ ഓരോ ഹോർമോൺസിനും ഇതിന്റെ ആക്ഷൻ ചെയ്യുന്നത്. അത്തരം ഓർഗൻസിനെയാണ് ടാർഗറ്റ് ഓർഗൻ എന്ന് പറയുന്നത്. ഇത്തരം ഓർഗൻസിനാണ് ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറയാം. ഈ ടാർഗറ്റ് ഓർഗൻസിൽ ഈ ഓരോ ഹോർമോൺസിനും അതിൻ്റെതായ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ഹോർമോൺസ് ഈ ടാർഗറ്റ് ഓർഗനിലെ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ഓരോ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നത്. ടാർഗറ്റ് ഓർഗൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ ഹോർമോൺസിന്റെ ആക്ഷൻ നടക്കുന്നത്, ഏത് ഓർഗനിലാണോ ഈ ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്, അത്തരം ഓർഗൻസിനാണ് ടാർഗറ്റ് ഓർഗൻ എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് ഓർഗൻസിൽ എന്തുണ്ടാവും? റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഹോർമോൺസിന് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ഹോർമോൺസ് ടാർഗറ്റ് ഓർഗനിലേക്ക് എത്തുന്നു. ഹോർമോൺ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ ഹോർമോൺസ് അവരുടെ ഫംഗ്ഷൻ ഒരു ആക്ഷൻ അവിടെ നടത്തുന്നത്. എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിയോളജി ആൻഡ് മെഡിസിൻ കൺസേൺഡ് വിത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് ഹോർമോൺസ്. എൻഡോക്രൈനോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറ്റിയിട്ടും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ പറ്റിയിട്ടുമാണ്. ഈ എൻഡോക്രൈനോളജി പഠിക്കുന്ന നിങ്ങൾ ഈ ചില ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും എൻഡോക്രൈനോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുന്ന ഏത് ഡോക്ടേഴ്സ് ആയിരിക്കും? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറ്റിയിട്ടും ഇതിന്റെ ഹോർമോൺ ഇംബാലൻസുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷൻസ്, ഡിസീസ് ഒക്കെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എൻഡോക്രൈനോളജി എന്താണെന്നും എൻഡോക്രൈനോളജിസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ ഹോർമോൺസ് ആണ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമോൺസ് ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. ആര് സെക്രീറ്റ് ചെയ്യുന്നു? എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചറിനെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺസ് അതിന്റെ ടാർഗറ്റ് ഓർഗനിലേക്ക് എത്തുന്നത് ബ്ലഡ് വഴിയാണ്. ബ്ലഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഈ ഹോർമോൺസിന് ചില പ്രത്യേകതകളുണ്ട്, ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹോർമോൺസ് ആർ റിലേറ്റീവ്ലി സ്മോൾ മോളിക്യൂൾസ് ദാറ്റ് ആർ പെപ്റ്റൈഡ്, സ്റ്റിറോയിഡ്സ് ആൻഡ് അമൈൻസ്. ഈ ഹോർമോൺസ് എല്ലാതും ചില ഹോർമോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊളസ്ട്രോളും ഉണ്ടായിരിക്കാം, ചിലത് അമൈൻസും ഉണ്ടായിരിക്കാം, ചിലത് പ്രോട്ടീൻസും ഉണ്ടായിരിക്കാം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഹോർമോൺസിനെ എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് ഇതിന്റെ കോമ്പോസിഷൻ, അതിനനുസരിച്ച് ഹോർമോൺസിനെ പ്രധാനമായിട്ടും പെപ്റ്റൈഡ്സ്, സ്റ്റിറോയിഡ്സ്, അമൈൻസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഫീച്ചർ ആണ് ദേ ആർ സെക്രീറ്റഡ് ഫ്രം എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ബ്ലഡ് പ്ലാസ്മ ടു ദ ടാർഗറ്റ് ഓർഗൻ which may be located nearby or distinctly. അതായത് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവർക്ക് ഡക്റ്റുകളില്ല. അതുകൊണ്ട് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പറയുന്ന വേറൊരു പേരാണ് ഡക്ട്ലെസ് ഗ്ലാൻഡ്. അപ്പൊ ബ്ലഡിലേക്ക് ഡയറക്ട്ലി ഈ ഹോർമോൺസിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇനി ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിലും കുറച്ച് സെല്ലുകൾ ഉണ്ടാവും. ഈ സെല്ലുകളാണ് ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത്തരം സെല്ലുകളെ പറയുന്ന പേരാണ് എൻഡോക്രൈൻ സെൽ. ഓക്കെ, അതായത് ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിലും ചില ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ടാവും. ഈ ടൈപ്പ് ഓഫ് സെല്ലുകളാണ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത്തരം സെല്ലുകളെ പറയുന്ന പേരാണ് എൻഡോക്രൈൻ സെല്ലുകൾ. അപ്പൊ ഈ എൻഡോക്രൈൻ സെല്ലുകളായിരിക്കും ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബോഡിയിൽ ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വെരി സ്മോൾ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുള്ളൂ. ഒരുപാട് വലിയ ഒരു ഹ്യൂജ് എമൗണ്ടിലൊന്നും സെക്രീറ്റ് ചെയ്യില്ല. പക്ഷെ സെക്രീറ്റ് ചെയ്യുന്നത് ഇത്രയും വെരി സ്മോൾ ക്വാണ്ടിറ്റിയിലാണെങ്കിലും ഇതിന്റെ ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റിയിൽ വലിയ കോംപ്രമൈസ് ഒന്നുമില്ല. ക്വാളിറ്റി വളരെയധികം നല്ല ക്വാളിറ്റി, അതായത് ഇത്തരം ഒരു സെക്രീറ്റ് ചെയ്യുന്ന അതിന് തീരെ ഒരു കുഞ്ഞി എമൗണ്ട് മതി. നമ്മുടെ ബോഡിയിൽ എന്താണോ ആ ഹോർമോൺസിനെ ഫങ്ഷൻ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഇത്രയും സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഹോർമോൺസ് മതി. ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നത് വെരി സ്മോൾ ക്വാണ്ടിറ്റീസിലാണ്. നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ആക്ഷൻ നടത്തി കഴിഞ്ഞു. എന്താണോ അവരുടെ ആക്ഷൻ അത് നമ്മുടെ ബോഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇത് ഒരുപാട് സമയം നമ്മുടെ ബോഡിയിൽ നിൽക്കില്ല. അവരുടെ ആക്ഷൻ പെട്ടെന്ന് തന്നെ അവർ ക്വിക്കായിട്ട് ഇവരുടെ ആക്ഷൻ എടുക്കുന്നു. ക്വിക്കായിട്ട് ആക്ഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. പ്രധാനമായിട്ടും യൂറിനിൽ കൂടിയായിരിക്കും എലിമിനേഷൻ, ഇത് ഈ ഒരു ഹോർമോൺസിന്റെ എലിമിനേഷൻ നടക്കുന്നത്. അല്ലാതെ നമ്മുടെ ലിവറിലൊക്കെ വെച്ചിട്ട് ഇതിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കോമൺ ആയിട്ടും യൂറിനിലൂടെയാണ് ഇതിനെ എലിമിനേറ്റ് ചെയ്യുക. ഹോർമോൺസ് നമ്മുടെ ബോഡിയിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് സ്മോൾ ക്വാണ്ടിറ്റിയിലാണ്. പെട്ടെന്ന് തന്നെ ഇതിന്റെ ആക്ഷൻ നടക്കും. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമുക്ക് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. അഡ്രിനാലിൻ എന്തിനാണ്? അഡ്രിനാലിൻ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ ആണ്. അതായത് നമ്മളിപ്പോ ഒരു റോഡിലൂടെയോ അല്ലെങ്കിൽ നടന്നു പോവാണ്, പെട്ടെന്ന് നമ്മളൊരു പാമ്പിനെ കണ്ടു. ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചോടും അല്ലെ? അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്യാൻ നോക്കും, നമ്മൾ തിരിച്ചോടുകയാണ് ചെയ്യുക.
ഇതിന് നമുക്ക് ഈ ഒരു പാമ്പിനെ കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അധികം ആലോചിക്കാനുള്ള ഒരു സമയമൊന്നും എടുക്കുന്നില്ല. നമ്മൾ ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾ അതിന് എന്താണോ റെസ്പോണ്ട് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസ്പോൺസ് നടക്കുന്നത് നമ്മുടെ ബോഡിയിൽ ചില ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ എന്ന് പറയുന്ന അഡ്രിനാലിനായിരിക്കും ഇത്തരം സിറ്റുവേഷനിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ അത്ര പെട്ടെന്നൊന്നും റിലീസ് ചെയ്തില്ല. നമ്മൾ ഈ പാമ്പിനെ കണ്ടു, ആ ഒരു ക്വിക്കായിട്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കുക? നമുക്ക് ആ പാമ്പിന്റെ ഒരു കടി നമുക്ക് കിട്ടും, അതാണ് സംഭവിക്കുക. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ അത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ എന്താണോ ഒരു സ്റ്റിമുലൈ വരുന്നത്, എവിടെയാണോ നമ്മുടെ ഹോർമോൺ ആക്ട് ചെയ്യേണ്ടത്, അത്തരം സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ക്വിക്കായിട്ട് തന്നെ ഓരോ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈ സ്പെസിഫിസിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ടാർഗറ്റ് ഓർഗനിലും ഓരോ ഹോർമോൺസിന് എന്തുണ്ടാവും, ഒരു റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഹോർമോൺസ് ചെന്നിട്ട് ഈ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നു. ദെൻ ഇതിന്റെ ആക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഏതെങ്കിലും നമ്മുടെ ഒരു ടാർഗറ്റ് ഓർഗൻ എന്ന് വിചാരിക്കാം. ഈ ഓരോ ടാർഗറ്റ് ഓർഗനിലും ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഒരുപാട് റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ ഹോർമോൺസിനും വേണ്ട റിസപ്റ്റേഴ്സ് ഓരോ എല്ലാ ഓർഗൻസിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ തൈറോയ്ഡ് ഹോർമോണിന്റെ റിസപ്റ്റർ, നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. ഈ തൈറോയ്ഡ് ഹോർമോണിലുള്ള റിസപ്റ്റേഴ്സ് എവിടെ ഉണ്ടാവും, നമ്മുടെ ടാർഗറ്റ് ഓർഗനിൽ ഉണ്ടാവും. ഇതുപോലെ തന്നെ അഡ്രിനാലിൻ എന്ന് പറയുന്ന വേറൊരു ഹോർമോണാണ്. ഈ അഡ്രിനാലിന്റെ റിസപ്റ്റേഴ്സും ഈ ഒരു ഓർഗനിൽ ഉണ്ടാവും, അല്ലെ ടാർഗറ്റ് ഓർഗൻസിൽ ഈ അഡ്രിനാലിനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ തൈറോയ്ഡ് ഹോർമോണിന് ഒരിക്കലും അഡ്രിനാലിന്റെ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അഡ്രിനാലിന്റെ റിസപ്റ്റേഴ്സിന് ഒരിക്കലും തൈറോയ്ഡ് ഹോർമോണിന്റെ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. എവിടെയാണോ എല്ലാ ഹോർമോൺസിനും അതിൻ്റെതായ ഒരു റിസപ്റ്ററുമായിട്ട് മാത്രമാണ് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ഹോർമോൺസിന്റെ റിസപ്റ്ററുമായിട്ട് ഒരിക്കലും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു സ്പെസിഫിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില കുട്ടികളൊക്കെ കളിക്കുന്ന ടോയ്സ്, ഈ ബിൽഡിംഗ് ബ്ലോക്സ് കണ്ടിട്ടുണ്ടാവും. ഈ ബിൽഡിംഗ് ബ്ലോക്സ് നമ്മൾ എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്? നമുക്ക് ഈ ഓരോ ബിൽഡിംഗ് ബ്ലോക്സും, ഇതിൽ ഓരോ ടോയ്സിനും ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും, പ്രത്യേക സൈസ് ഉണ്ടാവും. അപ്പൊ അതിന് യോജിക്കുന്ന ഒരു ബ്ലോക്സുമായിട്ട് മാത്രമാണ് നമുക്ക് ഇതിനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ ഈ ഓരോ ഹോർമോൺസിനും അതിൻ്റെതായ റിസപ്റ്റേഴ്സിനോട് മാത്രമാണ് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ഹോർമോൺസിന്റെ റിസപ്റ്റേഴ്സിനോട് പോയിട്ട് ഇതിനെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ ഹൈ സ്പെസിഫിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് രീതിയിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻസുകളുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ദെൻ ഗൊണാഡ്സ്, ടെസ്റ്റിസ്, ഓവറി, ഇതൊക്കെയാണ് ഗൊണാഡ്സ്. ഈ ടെസ്റ്റിസും ഓവറിയും ചില ഹോർമോൺസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഓർഗൻസും, പീനിയൽ ഓർഗൻ, ഹാർട്ട്, പ്ലാസിൻഡ, കിഡ്നി, തൈമസ് പോലെയുള്ള ചില ഓർഗൻസും എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ഈ എല്ലാ ഗ്ലാൻഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിക്കണം. എന്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് ഉള്ളത്, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേഷൻ എന്താണ്, നമ്മുടെ ബോഡിയിൽ എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉള്ളത്, ഇവിടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഹോർമോൺസ് ആണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അബ്നോർമൽ കണ്ടീഷൻസ് നടക്കുക, കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടക്കുക. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെയും അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ എന്തൊക്കെയാണെന്ന് പഠിക്കണം, ഈ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് പഠിക്കണം, ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത്തരം ഈ കൊടുത്തിരിക്കുന്ന എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദെൻ ഈ ഹോർമോൺസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണെന്ത്, ഹോർമോൺസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് ഓർഗൻസിലേക്ക് എത്തിയിട്ട് ഈ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ബ്ലഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇത്ര നേരം പഠിച്ചിട്ടുണ്ട്. ഈ ഹോർമോൺസിനെ മെയിൻ ആയിട്ടും ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ കെമിക്കൽ നാച്ചർ അനുസരിച്ച് 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്നാണ് സ്റ്റിറോയ്ഡ് ഹോർമോൺസ്, പ്രോട്ടീൻ ഹോർമോൺസ് ആൻഡ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. അതായത് ഈ ഹോർമോൺസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ഹോർമോൺസ് നിർമ്മിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തുകൊണ്ടാണ് ഈ ഹോർമോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ ഹോർമോൺസിനെ 3 രീതിയിലുള്ള ഹോർമോൺസ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് സ്റ്റിറോയ്ഡ് ഹോർമോൺ, നെക്സ്റ്റ് വൺ പ്രോട്ടീൻ ഹോർമോൺ, തേർഡ് വൺ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. ഈ സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്
സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹോർമോൺസിനാണ് സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയാം. സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹോർമോൺസിനെയാണ് സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ സ്റ്റിറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് അഡ്രിനൽ കോർട്ടെക്സ്, ഗൊണാഡ്സ് ആൻഡ് പ്ലാസന്റ, ഇത്രയും എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഈ സ്റ്റിറോയ്ഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രോട്ടീൻ ഹോർമോൺസ്. പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രോട്ടീൻസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹോർമോൺസിനാണ് പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് പറയാം. ഈ പ്രോട്ടീൻസ് ഹോർമോൺസ് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ് ആൻഡ് പ്ലാസന്റ. ഇത്രയും എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് പ്രോട്ടീൻ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. എന്നോട് പറയാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡും പാരാതൈറോയ്ഡ് ഗ്ലാൻഡും പാൻക്രിയാസും പ്ലാസന്റയും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഒക്കെ പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു വെറൈറ്റിയാണ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ തൈറോസിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയും. ഈ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ തൈറോസിൻ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് കൊണ്ടാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഈ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്, തൈറോസിൻ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് തൈറോയ്ഡ് ഗ്ലാൻഡും അഡ്രിനൽ മെഡുല, പീനിയൽ ഗ്ലാൻഡ്. ഇത്രയും ഗ്ലാൻഡുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഈ കൊളസ്ട്രോൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹോർമോൺസിനെയാണ് സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയാ. ഈ സ്റ്റിറോയ്ഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളാണ് അഡ്രിനൽ കോർട്ടെക്സ്, ഗൊണാഡ്സ്, പ്ലാസന്റ. ഇത്രയും ഈ അഡ്രിനൽ കോർട്ടെക്സും ഗൊണാഡ്സും പ്ലാസന്റയും റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഒക്കെ സ്റ്റിറോയ്ഡ് ഹോർമോൺസ് ആണ്. ദെൻ പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ് ആൻഡ് പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഒക്കെ പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ദെൻ തൈറോസിൻ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് തൈറോസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹോർമോൺസ് ആണ്. അഡ്രിനൽ മെഡുല, തൈറോയ്ഡ് ഗ്ലാൻഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോസിൻ ഡെറിവേറ്റീവ്സ്. ഇനി ഇതാണ് ഒന്നാമത്തെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ സോളിബിലിറ്റി അനുസരിച്ചിട്ട്, ഈ ഹോർമോൺസിന്റെ സോളിബിലിറ്റി അനുസരിച്ചിട്ടും ഹോർമോൺസിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഈ വിറ്റമിൻസിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വിറ്റമിൻസ് നമുക്കറിയാം, ഫാറ്റ് സോലിബിൾ വിറ്റമിനും ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ സോലിബിൾ വിറ്റമിനും ഉണ്ട് അല്ലെ. ഫാറ്റ് സോലിബിൾ വിറ്റമിൻ ആണ് ADEK. വിറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ കെ എന്നൊക്കെ പറയുന്നത് ഫാറ്റ് സോലിബിൾ വിറ്റമിൻ ആണ്. ദെൻ വാട്ടർ സോലിബിൾ വിറ്റമിനോ? ഈ ADEK അല്ലാത്ത ബാക്കി എല്ലാ വിറ്റമിൻസും വാട്ടർ സോലിബിൾ വിറ്റമിൻ ആണ്. ഇതുപോലെ തന്നെ ഈ സോലിബിലിറ്റി അനുസരിച്ചിട്ട് ഹോർമോൺസിനെ വീണ്ടും രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ലിപ്പോഫിലിക് ഹോർമോൺ, രണ്ടാമത്തേതാണ് ലിപ്പോഫോബിക് ഹോർമോൺ. ഫസ്റ്റ് വൺ, ലിപ്പോഫിലിക് ഹോർമോൺ. ലിപ്പോഫിലിക് ഹോർമോൺസ് എന്ന് പറയുന്നത് ഫാറ്റ് സോലിബിൾ ഹോർമോൺസിനാണ് ലിപ്പോഫിലിക് ഹോർമോൺ എന്ന് പറയാം. രണ്ടാമത്തേതാണ് ലിപ്പോഫോബിക് ഹോർമോൺ. ലിപ്പോഫോബിക് ഹോർമോൺ എന്ന് പറയുന്നത് വാട്ടർ സോലിബിൾ ഹോർമോൺസിനാണ് ലിപ്പോഫോബിക് ഹോർമോൺ എന്ന് പറയും. ലിപ്പോഫിലിക് ഹോർമോൺസ് ഏതൊക്കെയാണ്? സ്റ്റിറോയ്ഡ് ഹോർമോൺസും തൈറോക്സിനുമാണ് ലിപ്പോഫിലിക് ഹോർമോൺ. സ്റ്റിറോയ്ഡ് ഹോർമോൺസും തൈറോക്സിനുമാണ് ലിപ്പോഫിലിക് ഹോർമോൺ. ഈ സ്റ്റിറോയ്ഡ് ഹോർമോണും തൈറോക്സിനും ഒഴികെ ബാക്കി എല്ലാ ഹോർമോൺസും ആരായിരിക്കും? ലിപ്പോഫോബിക് ഹോർമോൺ ആയിരിക്കും. അപ്പൊ ഈ സോലിബിലിറ്റി അനുസരിച്ച് ഹോർമോൺസിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലിപ്പോഫിലിക് ഹോർമോൺ, സെക്കൻഡ് വൺ ലിപ്പോഫോബിക് ഹോർമോൺ. ലിപ്പോഫിലിക് ഹോർമോൺ എന്ന് പറയുന്നത് ഫാറ്റ് സോലിബിൾ ഹോർമോൺസ് ആണ്. ലിപ്പോഫോബിക് ഹോർമോൺ ആണ് വാട്ടർ സോലിബിൾ ഹോർമോൺ. സ്റ്റിറോയ്ഡ് ഹോർമോൺ, തൈറോക്സിൻ ഹോർമോൺസും ആണ് ലിപ്പോഫിലിക് ഹോർമോൺ. ഇതൊഴികെയുള്ള സ്റ്റിറോയ്ഡ് ഹോർമോണും തൈറോക്സിൻ ഹോർമോണും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഹോർമോൺസും ലിപ്പോഫോബിക് ഹോർമോൺ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്? ഈ സ്റ്റിറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഏതൊക്കെയായിരുന്നു? ഈ അഡ്രിനൽ കോർട്ടെക്സ്, ഗൊണാഡ്സ്, പ്ലാസന്റ, ഇത്രയും ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഹോർമോൺസും സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഹോർമോൺസിനൊക്കെ പറ്റിയിട്ടുള്ള ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ്, ഓവറി, ഹാർട്ട്, പ്ലാസന്റ, കിഡ്നി, തൈമസ്, പീനിയൽ ഗ്ലാൻഡ്, ഇത്രയും ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നും ഈ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും ഈ ഒരു ഗ്ലാൻഡുകളുടെ ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് കാരണം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡുകളായിട്ട് നമുക്ക് കവർ ചെയ്യാം.